കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയും ചേർന്നാണ്. നമസ്കാരം, വെൽക്കം ടു KPSC 2.0. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് 1857 കലാപം, പ്രധാന കേന്ദ്രങ്ങളും നേതാക്കളും. നമുക്കറിയാം, PSC പരീക്ഷയിൽ ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉറപ്പായും ഉണ്ടാവും. ഇപ്പോൾ ഈ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ പോലും ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന പരീക്ഷയിൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ ഭാഗം നന്നായിട്ട് തന്നെ പഠിക്കണം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് 1857 കലാപം, പ്രധാന കേന്ദ്രങ്ങളും നേതാക്കളും. ഈ പ്രധാന കേന്ദ്രങ്ങളും നേതാക്കളെയും കണക്ട് ചെയ്യുന്ന ചില കോഡുകൾ കൂടി ഈ സ്ലൈഡിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും കോഡ് വെച്ച് പഠിക്കുക എന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി വിശദീകരിച്ച് പറയുന്നില്ല. കോഡുകൾ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ പോസ് ചെയ്ത് കോഡുകൾ വായിച്ചു നോക്കി ഓർത്തിരിക്കുക. നമുക്കിനി പ്രധാന സ്ഥലങ്ങളും നേതാക്കളെയും പരിചയപ്പെടാം. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഫക്ത് ഖാൻ. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഫക്ത് ഖാനുമാണ് നേതൃത്വം നൽകിയത്. ഝാൻസി റാണി ലക്ഷ്മിഭായ്. ബീഹാർ, ജഗദീഷ്പൂർ, ആര തുടങ്ങിയ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ലക്നൗ, ആഗ്ര, ഔധ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഇതിൻ്റെ കോഡ് ഇതായിരുന്നു: ആഗ്രയിലെ ഔധ് മഹലിൽ താമസിക്കാൻ നല്ല ലക്ക് വേണം. ഈ കോഡ് ഇങ്ങനെ കോഡുകൾ വെച്ച് പഠിക്കാൻ ഇഷ്ടമുള്ളവർ കോഡ് ഉപയോഗിച്ച് തന്നെ പഠിച്ച് ഓർത്തിരിക്കുക. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അബ്ദുള്ള. ബറേലിയിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ. ഗ്വാളിയർ നേതൃത്വം നൽകിയത് താന്തിയ തോപ്പി, റാണി ലക്ഷ്മിഭായ്. അസം നേതൃത്വം നൽകിയത് മണിറാം ദത്ത. മീററ്റ് നേതൃത്വം നൽകിയത് കദം സിംഗ്. പർഹാന നേതൃത്വം നൽകിയത് ഷാമൽ. ഹരിയാന നേതൃത്വം നൽകിയത് റാവു തുലാറാം. രാജസ്ഥാൻ കോട്ട നേതൃത്വം നൽകിയത് ജയ്ദയാൽ ഹർദയാൽ. മധുര നേതൃത്വം നൽകിയത് ദേവി സിംഗ്. മധുരമുള്ള ദേവി എന്നാണ് നമ്മളിതിന് കോഡ് കൊടുത്തേക്കുന്നത്. അലഹബാദ് നേതൃത്വം നൽകിയത് ലിയാഖത്ത് അലി. മൊറാദാബാദ് നേതൃത്വം നൽകിയത് അബ്ദുൽ അലി ഖാൻ. ഛോട്ടാ നാഗ്പൂർ നേതൃത്വം നൽകിയത് ഹോനു. മാൻഡസോർ നേതൃത്വം നൽകിയത് ഫിറോസ് ഷാ. ഈ ഭാഗങ്ങൾ നമ്മുടെ SCERTയിലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പുസ്തകത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഭാഗത്ത് എല്ലാ സ്ഥലങ്ങളും കൊടുത്തിട്ടില്ല. അവിടെ നൽകിയിരിക്കുന്നത് ഡൽഹി, ഝാൻസി, കാൺപൂർ, ലക്നൗ, ബീഹാറിലെ ആര തുടങ്ങിയ സ്ഥലങ്ങളാണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. കലാപത്തിന് നേതൃത്വം നൽകിയവരും അവർ സവിശേഷതകളുമാണ് ആ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളത്. ഡൽഹിയിലെ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഫക്ത് ഖാനുമാണ്. അതിൽ ജനറൽ ഫക്ത് ഖാൻ എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറൽ ആയിരുന്നു. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായ് ആണ്. ഝാൻസിയിലെ ഭരണാധികാരി കൂടിയായിരുന്നു ലക്ഷ്മിഭായ്. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയും ചേർന്നാണ്. നാനാ സാഹിബ് മറാഠ ഭരണാധികാരിയാണ്. താന്തിയ തോപ്പി നാനാ സാഹിബിൻ്റെ സൈനിക തലവനാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്: ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ച നേതാവ് കൂടിയായിരുന്നു താന്തിയ തോപ്പി. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ ആണ്. അവധിയിലെ ഭരണാധികാരിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാറിലെ ആരയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു അദ്ദേഹം. ഇത്രയുമാണ് SCERTയിലെ 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഈ ഭാഗങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നേതാക്കൾ, അവർ നേതൃത്വം നൽകിയ സ്ഥലം. ഇത് തിരിച്ചും ചില സമയത്ത് ചോദിക്കാറുണ്ട്. ഇന്ന സ്ഥലത്ത് ആര് നേതൃത്വം നൽകിയെന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗം നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നേതാക്കൾ, അവർ നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് 1-2 മാർക്കുകൾ ഈ ഭാഗത്തു നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കോഡ് വെച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ അത് ഉപയോഗിച്ച് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.